എന്നോട് ഒരാൾക്ക് പ്രേമാണെന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോട് പ്രേമുണ്ടോ? ആ പ്രേമാണോ? ഓക്കെ, അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. ഒന്നും നാണമില്ല. റൊമാൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറ്റും ഒരു സാധനം എനിക്ക് വരും. പക്ഷെ ഞാൻ പ്രേമിക്കാന്ന് പറയുന്നത് ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. എന്നോട് വളരെ സ്നേഹത്തിൽ മോളെ എന്താടാ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അബദ്ധം പിടഞ്ഞ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് ട്രോള് വരും, പിന്നെ റീലുകൾ വരും. ഇതൊക്കെ വന്നിട്ട് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ഇത് സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുള്ളൂ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. എന്റെ ചുറ്റിലുള്ള ആരും അങ്ങനെ അധികം ആൾക്കാരും പ്രേമിച്ച കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ പെണ്ണ് കാണൽ സമ്പ്രദായം ഞാൻ അധികം കണ്ടിട്ടില്ല. ഇപ്പോഴും ഉണ്ടല്ലോ മറ്റേ 10 പേർക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഭാഗ്യം വരുന്നവരെ 10 പേർക്ക് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ ഒരാൾ ചെയ്തു എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കും. ആൾക്കാർ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല. ഒരു നായിക നടന്നു പോവാണ്, അപ്പൊ അവരുടെ പുറകെ കുറെ ക്യാമറ ഇങ്ങനെ പോകും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പോയിട്ട് ആൾക്കാർ തോന്നിയതൊക്കെ പറയും. രാവിലെ ഒരാളെ സഹായിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞ പോലെ പോകുന്നുണ്ടാവും. ഇതൊന്നും ഇവർക്ക് മാറ്റർ അല്ല. ഈ പോകുന്ന ആൾക്കാർ എന്ത് ഡ്രസ്സ് ഇട്ടു എന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെ ഇവരെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇവരുടെ മാറ്റർ. ഇതൊന്നും നമ്മുടെ കുറ്റമല്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ആൾക്കാരല്ല തീരുമാനിക്കണേ. ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് എന്റെ ലൈഫിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ? നമ്മൾ ആരുടെ ലൈഫിൽ പോയിട്ട് അവരുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ നോക്കി നിങ്ങളുടെ ഫാമിലി ഇതാണോ, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നാൾ ഇന്നടുത്ത് പോകുന്നുണ്ടോ ഒന്നും നമ്മൾ ആരോട് അന്വേഷിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്തിനാണ് അവരുടെ ലൈഫിലും അങ്ങനെ കയറി ഇടപെടുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലും സ്ത്രീധനം വാങ്ങുന്നവരുണ്ടാവാം, സ്ത്രീധനം ചോദിക്കുന്നവരുണ്ടാവാം. എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? ചിലപ്പോൾ സ്ത്രീധനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. പേഴ്സൺ ടു പേഴ്സൺ ആണ് ഇത്. ഒരു ജില്ലയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ പ്രശ്നമോ ഒന്നുമല്ല. ഇപ്പൊ കല്യാണം കഴിപ്പിച്ച് വിടാൻ കാണിക്കുന്ന ആവേശമൊന്നും നാളെ അവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരാരും കാണിക്കില്ല. എല്ലാവരും പറയും നിങ്ങളുടെ ഫാമിലി അല്ലേ, നിങ്ങളുടെ ലൈഫ് അല്ലേ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് കണ്ണൂരാണെങ്കിലും കൊല്ലാണെങ്കിലും തിരുവനന്തപുരം ഒക്കെ ഇന്ത്യയിലൊക്കെ അങ്ങനെ തന്നെയാണ്. പേരില്ലൂർ, ആ പേര് തന്നെ കുറച്ചൊരു കൺഫ്യൂഷനാണ്. ഞാൻ നോക്കി പറഞ്ഞ പേരില്ലൂർ പ്രീമിയർ ലീഗ് ഹോട്ട്സ്റ്റാർ റിലീസ് ആവാൻ പോണ ഏറ്റവും പുതിയ വെബ് സീരീസാണ്. വെബ് സീരീസിൻ്റെ വിശേഷങ്ങളുമായി നിഖില വിമലും ഒപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു പ്രദീപും. വെൽക്കം. ഈ വെബ് സീരീസിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വളരെ സ്വാഭാവികമായ രീതിയിൽ എന്തായിരിക്കും സംഭവം എന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്നെ ക്യാച്ച് ചെയ്ത് എന്നെ എക്സൈറ്റ് ചെയ്ത ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ആ മൊമെൻറ്റിലാണ് അയ്യോ ഇതിലെന്തോ ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അതായത് ശ്രീകുട്ടനെ മാളവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിഖിലയുടെ ഒരു ഞെട്ടലുണ്ടല്ലോ. സാധാരണ നമ്മൾ സിനിമകളിലും സീരീസുകളിലൊക്കെ പെണ്ണിനെ ആയിരിക്കുമല്ലോ ആണിനെ ഇഷ്ടപ്പെടുക, മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ നടക്കാതെ വരിക. പക്ഷെ ഇത് ആണിന് പെണ്ണിനെ ഇഷ്ടപ്പെടാതെ വരിക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ തന്നെയാണ്. നിഖിലയ്ക്ക് ഈ വെബ് സീരീസിലും ഈ ഒരു കണ്ടന്റും നിഖിലെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ എന്താണ്? ഞാൻ ദീപുചേട്ടൻ്റെ വ്ളോഗ്സൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ദീപുചേട്ടൻ്റെ വ്ളോഗ്സ് വായിക്കുന്നവർക്കറിയാം അതിലൊരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സൈക്കോ ബാലേന്ദ്രൻ, അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് ദീപുചേട്ടന് ഒരു ഇമാജിനറി സ്റ്റോറി എന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റോറി ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കഥകളാണത്. അതിൽ തന്നെ ഒരുപാട് ഹ്യൂമറും പരിപാടികളും ഉണ്ടാവും. അപ്പം അതിനെയൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, എനിക്ക് ദീപുചേട്ടൻ എന്തെങ്കിലും എഴുതി ഇട്ടുന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി ഞാൻ വായിക്കും. അപ്പോൾ അത് എനിക്കിത് പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ദീപുചേട്ടൻ വ്ളോഗ്സ് എഴുതും, അത് ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ ഈ നമ്മൾ വായിച്ചിട്ട് മാത്രമുള്ള കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ വിഷ്വലി കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അത് ഒരു ഫാക്ടറായിരുന്നു ഇത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു വെബ് സീരീസ് ആയിട്ട് വരുമ്പോൾ പിന്നെ പറഞ്ഞ പോലെ നമ്മൾ യൂഷ്വലി കാണുന്ന ത്രില്ലർ അല്ലെങ്കിൽ ആ ഒരു ജോണറിലുള്ള വെബ് സീരീസുകളാണ്. അല്ല, വെബ് സീരീസുകൾ നമ്മൾ യൂഷ്വലി വരുന്നത്. അപ്പം ഇതിൽ നോക്കുമ്പോൾ ഇതൊരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ളൊരു അങ്ങനെ അധികം വന്നിട്ടില്ല. എനിക്കൊന്ന് ഹിന്ദിയിലൊരു പഞ്ചായത്തൊക്കെ വന്നത് മാത്രമേ ഉള്ളൂ. അതും അങ്ങനെ നമുക്കൊരു ഹ്യൂമറിൽ പോകാൻ പറ്റുന്നൊരു വെബ് സീരീസ് എന്നുള്ളതാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചൊരു ഫാക്ടർ. അല്ല, ഹോട്ട്സ്റ്റാറിൽ മാസ്റ്റർ പീസ് എന്നുള്ളൊരു വെബ് സീരീസും ഒരു ഹ്യൂമർ ടച്ച് ഉള്ളതാണ്. ദീപു ഇപ്പോൾ കുഞ്ഞിരാമായണത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് മികച്ച സിനിമകൾ വന്നു. ഞാൻ ഓരോ സിനിമയുടെ പേരെടുത്തെടുത്ത് പറയുന്നില്ല. ഈ കുഞ്ഞിരാമായണം കണ്ടപ്പോൾ എനിക്ക് ഒരു ഫീല് തോന്നിയെന്ന് വെച്ചാൽ ഒരു അമർചിത്രകഥ വായിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഈ വെബ് സീരീസിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും ആ ഒരു മേക്കിംഗ് സ്റ്റൈലിലൊക്കെ നമ്മളിപ്പോൾ ഒരു കഥ വായിക്കുമല്ലോ, അതായത് വലിയ കോംപ്ലക്സ് ഒന്നും അല്ലാത്ത, എന്നാൽ നമ്മൾ ഒരുപാട്
സന്തോഷിപ്പിക്കുന്ന ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതോടൊപ്പം തന്നെ ഈ പേരുകളുണ്ടല്ലോ, ആകാശപ്പറമ്പ്, പേരില്ലൂർ, പാതാളക്കുഴി, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. രണ്ട് കാര്യങ്ങളാണ്, ഈ പേരുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഒപ്പം തന്നെ ആ ഒരു അമർചിത്രകഥ വായിക്കുന്ന ഒരു ഫീല് തന്നെയാണോ ഈ പേരില്ലൂർ പ്രീമിയർ ലീഗ് കാണുമ്പോൾ നമുക്ക് തോന്നുക? ഈ പേരുകള് എങ്ങനെയാന്ന് വെച്ചാൽ സ്ഥലപ്പേരുകൾ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ക്യാരക്ടർ നെയിംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ. പേരില്ലൂർ എപ്പോഴോ അറിയില്ല, ഈ ബ്ലോഗ് കഥകൾ ചെറുകഥകൾ എഴുതുന്ന സമയത്ത് എപ്പോഴോ കയറിയ ഒരു പേരാണ് അത്. അങ്ങനെ ഇട്ടിട്ട് പേരില്ലൂർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ നെയിംസ് അതുപോലെ തന്നെയാണ്, ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോട്ട് കുറച്ച് പേരുകൾ പറഞ്ഞായിരുന്നു. അതായത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയിട്ട് അവരുടെ പേരും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ഒരാൾ ഇപ്പൊ അലസൻ രാജേഷ് എന്ന് പറഞ്ഞത് കാണാതായ കുഞ്ഞിപ്പ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം അവരുടെ ഫുൾ കഥ എന്താണെന്ന് നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ അറിയാനുള്ള എക്സൈറ്റ്. ഇപ്പൊ അലസൻ രാജേഷ് എന്ന് പറയുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി കേൾക്കുന്ന പേരാണ്. ബാലചന്ദ്രൻ എന്ന് പറയുന്നതും രാജേഷ് എന്ന് പറയുന്നതും ഒക്കെ യൂഷ്വലി ഉള്ള പേരുകളാണ്. പക്ഷെ അത് അലസൻ രാജേഷും സൈക്കോ ബാലേന്ദ്രനും കാണാതായ കുഞ്ഞിപ്പൊക്കെ ആവുമ്പോഴാണ് അതിനൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ വരുന്നത്. അത് എനിക്ക് എപ്പോഴും അല്ല, അത് എങ്ങനെയാണ് ഇത് ശരിക്കും നമ്മൾ റിയൽ ആയിട്ട് അങ്ങനെ ആരെങ്കിലും വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ, അതോ വായനയിലൂടെയാണോ? റിയൽ ആയിട്ട് വായിക്കുന്നതല്ല, അപ്പൊ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും ചിലപ്പോ, ഇങ്ങനെ ഇങ്ങനെ തോന്നും, ഓ ഇങ്ങനെ കണക്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ഇത് തോന്നുമ്പോൾ അവ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ആ പേരിന്നൊരു നമുക്ക് ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ പറ്റും, ചിലപ്പോൾ ക്യാരക്ടറിനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും പേരിടുക. അങ്ങനെയൊക്കെ പറ്റാറുണ്ട്, സംഭവിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതൊരു മുത്തശ്ശിക്കഥ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷ്വലി അത് അങ്ങനെ നമ്മൾ കഥകൾ എപ്പോഴും നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. മുത്തശ്ശിക്കഥകളാണ് നമ്മുടെ കഥകളുടെ ഒക്കെ ഒരു ആരംഭം. അപ്പോൾ വിഷ്വലി അത് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും, ഇങ്ങനെ വലിയ ടെൻഷൻ ഒന്നും അടിക്കാതെ ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിനുമുള്ളത്. അപ്പോൾ പ്രവീണേട്ടൻ അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എഴുതി വെച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖില, ഇപ്പോൾ ഈ 18+ ജോആൻ ജോലുമാണ് നിഖിലയുടെ പെർഫോമൻസ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിൽ കോമഡി ആയിരുന്നു നിഖില ചെയ്തത്, പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയായിരുന്നു അതിൻ്റെ കൺസീവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കോമഡി തന്നെയാണ്. പ്രത്യേകിച്ച് 18+ ജഡ്ജി ആ ഒരു സ്ക്രീൻ സ്പേസിൽ വളരെ മനോഹരമായിട്ട് നിഖില അത് പെർഫോം ചെയ്തായിരുന്നു. ഇപ്പോൾ ജിത്തു ജോസഫ് ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പം അടുത്തിടെ പറഞ്ഞായിരുന്നു, ഒരു കോമഡി ചെയ്യാൻ അറിയാവുന്ന ഒരു ആക്ടർ ഏത് കഥാപാത്രവും അവർ അനായാസം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുമെന്ന്. ഇപ്പോൾ 2 സിനിമകളിൽ കോമഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് റോളും, ഇപ്പോൾ ഇതിനകത്തും കോമഡി തന്നെയാണല്ലോ, ഏത് റോളും അനായാസേന ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ഗ്രാഫ് കൂടിയിട്ടുണ്ടോ? എനിക്ക് ഇപ്പോഴും റൊമാൻസ് ചെയ്യാൻ എന്നുള്ളത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയായിരുന്നു, അതായത് റൊമാൻറ്റിക് സിനിമകളൊന്നും ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് റൊമാൻസ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് മറ്റേ, പക്ഷെ ഇതിനകത്ത് റൊമാൻസ് ഉണ്ടല്ലോ, ഇതിലാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി റൊമാൻസ്. അല്ലെങ്കിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ അതായത് പ്രണയമുള്ള സിനിമകളാണ്, പക്ഷെ മറ്റേ ഇങ്ങനെ ഭയങ്കര ഈ എന്താ പറയുക കാവ്യാത്മക ഇമോഷണൽ പ്രേമം അല്ലെങ്കിൽ ഡയലോഗ് വൈസ് ഭയങ്കരമായിട്ട് ചേട്ടാ മധുരത്തിലും ഇല്ല, അതിലും ഒന്നും ഈ ഇതില്ല. അത് ഡയലോഗ് എക്സ്പ്രസ് ചെയ്യുന്നില്ലല്ലോ. ഡയലോഗ്സ് ചിലപ്പോൾ ചില ആൾക്കാർ സ്ക്രിപ്റ്റ് ഒക്കെ പറയാൻ വരുമ്പോൾ ഞാൻ ആലോചിക്കും, ഇത് ഞാൻ എനിക്ക് എന്നെ ഒരു റൊമാൻറ്റിക് ഡയലോഗ് പറയുന്നതായിട്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നമുക്ക് ഓർമ്മയുണ്ടോ പ്രീസ്റ്റില് ആകെ ഒരു സീനേ ഉള്ളൂ, വെങ്കിയായിട്ടൊരു സീനുണ്ട്. അതൊക്കെ എടുക്കുമ്പോൾ എനിക്കൊരു ചമ്മല് വരും. ചമ്മല് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഭയങ്കര വോക്കലാണ്. മറ്റേ ഇപ്പൊ എന്നോട് ഒരാൾക്ക് പ്രേമാണെന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോട് പ്രേമുണ്ടോ, ആ പ്രേമാണോ, ഓക്കെ, അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് എനിക്ക് മറ്റേ അതിങ്ങനെ ആ സാധനം ഒന്നും എനിക്കില്ല. എനിക്ക് ഒന്നും നാണമില്ല, അങ്ങനെ ഭയങ്കര നാണം വരിക അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഓക്കെയാണ്. അല്ല, സണ്ണിയായിട്ട് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ സണ്ണി അങ്ങോട്ട് പ്രണയിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അറിയില്ല, മേ ബി പറ്റുമായിരിക്കും. പക്ഷെ
എന്നെ സംബന്ധിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു പാർട്ടല്ല അത്. റൊമാൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറ്റും ആ ഒരു സാധനം എനിക്ക് വരും. എന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്. സണ്ണിക്കും കുറച്ച് ഇപ്പൊ എല്ലാവർക്കും മേ ബി കുറച്ചുകൂടെ വേറെ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവർക്ക് ആ ഒരു സാധനം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും മറ്റേ ആസിക്കൊക്കെ എപ്പോഴും ഇവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ റൊമാൻസ് ചെയ്യാന്നൊക്കെ പറയും. ആ ഒരു സാധനം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്കൊന്ന് ബാക്കിയൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരാൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, എനിക്ക് പറ്റും എന്ന് എനിക്കറിയാം. റൊമാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ റൊമാൻസ് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്ന ഒരു സാധനം എനിക്കുണ്ട്. ആ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് പറയാതെ പറയുന്ന പ്രേമങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര വേർബലി നമ്മൾ ഡയലോഗ്സ് പറയുമ്പോൾ ഞാനൊരു ഡേറ്റിംഗ് ആപ്പിന് വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് അവർ വരുമ്പോഴും ഞാൻ പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ലാണ്. ഇത് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് എനിക്ക് അയച്ചുതരാം. മറ്റേ ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഉണ്ടെന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ലാതെ ആരും അത് സീരിയസ് ആയിട്ട് എടുക്കില്ല എന്ന് വെച്ചാൽ ഞാൻ പ്രേമിക്കാന്ന് പറയുന്നത് ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും എങ്ങനെയായിരിക്കും നീ പ്രേമിക്കുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കത് അറിയാൻ പാടില്ല. ഒരാളെന്നോട് എന്നോട് വളരെ സ്നേഹത്തിൽ മോളെ എന്താടാ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മൾ ഈ സോക്കോൾഡ് സിനിമകളിൽ കണ്ടുവരുന്ന ഒരു പ്രണയം ഉണ്ടല്ലോ, അത് ആ രീതിയിൽ അതിലേക്ക് എനിക്ക് എന്നെ പ്ലേസ് ചെയ്യുമ്പോ എന്തോ അയ്യോ അതെനിക്ക് പറ്റുമോന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു സാധനം എനിക്കുണ്ട്. ഇതിലാണ് പിന്നെ ഞാൻ ആ സാധനം ചെയ്തിരിക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ നമ്മൾ കുറച്ചൊരു ഓവർ ഡു ചെയ്യുന്നത് പോലെ ആയതുകൊണ്ട് എനിക്കത് ഓക്കെ ആയിരുന്നു ചെയ്യുമ്പോൾ. എനിക്ക് അറിഞ്ഞൂടാ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ലിൻഡ ജീത്തു ചേട്ടൻ്റെ വൈഫ് ഇങ്ങനെ എന്നോട് പറയുവാണെങ്കിൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഭയങ്കര ആൾക്കാർക്ക് പ്രേമമൊക്കെ തോന്നുന്നു, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള നാടൻ പെൺകുട്ടി ഫേസ് ഒക്കെയാണ്. പക്ഷെ ഞാൻ എനിക്കറിയാൻ പാടില്ല, എന്നാൽ എനിക്കെന്തോ വരുമെന്ന് അറിയില്ല എന്നൊരു പേടിയുള്ളൊരു സാധനമാണ് അത്. ഈ സിനിമയിൽ ഒരു ഇലക്ഷൻ്റെ ഒരു പശ്ചാത്തലം കാണിക്കുന്നുണ്ട്. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ളൊരു അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനാണ് അല്ലേ? അപ്പോൾ ഇന്നിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന ഇന്ത്യൻ്റെ രാഷ്ട്രീയം, ഒപ്പം തന്നെ ഇക്കാലത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവർ പറയുന്ന പ്രസ്താവനകൾ, അവരോട് ഇന്ന് നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരുമായിട്ട് ഏതെങ്കിലും സിമിലാരിറ്റി ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം ഇതൊരു പേരില്ലൂരിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ കഥയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോ ഒരു ഇത് റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് ഒരു ഫ്രഷ് ആയിട്ടുള്ള അവിടെ നടക്കുന്ന ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതിൽ മറ്റേ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടോ അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് പ്യൂറായിട്ട് അവിടെ ആ പീതാംബരനും കേമൻ സോമനും തമ്മിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കണ്ട ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സെറ്റയറാണ് പഞ്ചവടിപ്പാലം. അത് ഇപ്പോഴത്തെ ഉള്ള കുട്ടികൾ വരെ ആ സിനിമ ഇങ്ങനെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് റിപ്പീറ്റ് വാച്ചാണ് ആ സിനിമ. അതിനുശേഷം ഒരുപാട് പൊളിറ്റിക്കൽ സെറ്റയറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സന്ദേശം, അതുപോലെ തന്നെ വെള്ളിമൂങ്ങ. പക്ഷേ എന്തുകൊണ്ടോ പഞ്ചവടിപ്പാലത്തിൻ്റെ ആ ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടല്ലോ, അതിനുശേഷം ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പൊളിറ്റിക്കൽ സറ്റയേഴ്സിനും അങ്ങനെ കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ദീപുവിന് തോന്നിയിട്ടുള്ളത്? അതിനകത്തൊരു ക്ലാസ് ഉണ്ട്. ആ ഒരു പറയുന്ന കാര്യത്തിന് ഇപ്പൊ തമാശയിലൂടെയാണ് പറയുന്നതെങ്കിൽ പോലും അതിന് ഒരു ഭയങ്കരമായിട്ട് ആ വിഷയത്തിൽ പറയേണ്ട കാര്യം അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര രസമാണ്. ആ ക്യാരക്ടർ നെയിംസ് ഒക്കെ ദുശാസനൻ പിള്ള പേരുകളൊക്കെ മണ്ടോതിരിയോ അത് ഭയങ്കര തോട്ടാണ് അതൊക്കെ എല്ലാവരും. അപ്പൊ അത് അങ്ങനെ കുറെ ഭയങ്കര യുണീക്ക് വേൾഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അവിടെ കാതലുണ്ട് അതിന്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെ, അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന സമീപകാലത്ത് ഇറങ്ങുന്ന പൊളിറ്റിക്കൽ സറ്റയർ എല്ലാം ആ ഒരു ക്ലാസ് പറഞ്ഞല്ലോ, ആ ഒരു യൂണിക്നെസ് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്നാൽ അതൊരു തിയേറ്ററിൽ ഓടുന്നുണ്ട്, പടം തിയേറ്ററിൽ ഓടുന്നുണ്ട്, പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനൊരു റിപ്പീറ്റ് വാല്യൂ ഇല്ലാതെ പോകുന്നു, റിപ്പീറ്റ് വാച്ച് ഇല്ലാതെ പോകുന്നു. അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്തായിട്ടാണ്? ഇപ്പൊ കുറെയൊക്കെ യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ സ്കിറ്റായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു ഇഷ്യൂവിനെ നമ്മൾ ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്കും അത് 10 പ്രാവശ്യം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ഒരേ ടോപ്പിക് തന്നെ പലരും ഡിസ്കസ് ചെയ്ത് ട്രോള് വരും. ആദ്യം ഫസ്റ്റ് ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അബദ്ധം പിടഞ്ഞ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് ട്രോള് വരും, പിന്നെ റീലുകൾ വരും. ഇതൊക്കെ വന്നിട്ട് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ഇത് സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോഴേക്ക് ചിലപ്പോൾ നമുക്കും അത് തോന്നുന്നുണ്ടാവും, അത് പഴകിയല്ലോ, ഇതെന്തിനാണ് ഇപ്പൊ പറയേണ്ട കാര്യം, ഭയങ്കര
ഔട്ട്ഡേറ്റഡ് ആയല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. പണ്ടത്തെ സിനിമകളിൽ അത് ഉണ്ടായിരുന്നില്ലല്ലോ. ചിലപ്പോൾ അതും ഒരു റീസൺ ആയേക്കാം എന്ന് തോന്നുന്നു. നിഖില, ഇപ്പോൾ ഇതിനകത്ത് ഈ ട്രെയിലറിലൊരു കാര്യം പറയുന്നുണ്ട്, അതായത് ആണ് കാണലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് സണ്ണി വെയിൻ്റെ നിപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിഖില ശരിക്കും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആചാരം നേരിട്ട് കാണുകയോ നിഖിലയുടെ എപ്പോഴെങ്കിലും സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ആചാരത്തെക്കുറിച്ച് നിഖിലയോട് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല ചേച്ചി. ഞാൻ നേരത്തെ പറയും, ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഈ പെണ്ണ് കാണലും ഈ ആദ്യ രാത്രി മറ്റേ പാലക്കായിട്ട് പോകണതൊക്കെ സിനിമയിലുള്ളൊരു കാര്യമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് സാരി കൊടുത്ത് കുറെ സ്വർണ്ണമൊക്കെ ഇട്ട് പോകുന്നുള്ളത് നമ്മൾ സിനിമയിലാണല്ലോ അങ്ങനെ കാണുന്നത്. അപ്പം എൻ്റെ കസിൻസൊക്കെ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെയൊന്നും കൂടി അവരൊക്കെ മറ്റേ നൈറ്റിയൊക്കെ ഇട്ടിട്ടൊക്കെ മറ്റേ വീട്ടിൽ യൂഷ്വലായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ സിനിമയിൽ ഉള്ളൊരു ബിൽഡപ്പാണ് എന്നുള്ളതായിരുന്നു എനിക്ക്. അപ്പം പെണ്ണ് കാണലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ ചുറ്റിലുള്ള ആരും അങ്ങനെ അധികം ആൾക്കാരും പ്രേമിച്ച കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ പെണ്ണ് കാണൽ സമ്പ്രദായം ഞാൻ അധികം കണ്ടിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഈ പെണ്ണ് കാണൽ ഒരു അറേഞ്ച് മാരേജ് ചെയ്യുന്ന ആൾക്കാര് പണ്ടത്തെ പോലെ അല്ല, അവര് വളരെ വിരളമായി കൊണ്ടിരിക്കുകയാണ്. കുറെ കൂടെ നമ്മൾ പരിചയപ്പെടുന്നു, കോഫി ഷോപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്ക് സിങ്ക് ആവുകയാണെങ്കിൽ പിന്നെ ഫാമിലി അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇപ്പൊ കുറേം കൂടെ ഒക്കെ ആൾക്കാർ ചെയ്യുന്നത്. അതാണ് കുറേം കൂടെ ബെറ്റർ. നിങ്ങൾക്ക് ഈ ഫാമിലിയും എല്ലാവരുമായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനോ എന്തെങ്കിലും പറയാനോ ഒന്നും, ഇപ്പം ജയഹിൽ പറഞ്ഞ കോഴിയുടെ വില എന്താ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം പെട്ടെന്നൊന്നും പറയാനുണ്ടാവില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മേ ബി ഒരു ഡേറ്റ് പോലെ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ടൊക്കെ അപ്പം അങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ അവർ 2-3 പ്രാവശ്യം മീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കാണുന്നതും ഒക്കെ, പക്ഷെ ഓക്കെയാണ്, നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്ന് അവർക്ക് തോന്നിയിട്ടാണ് അവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ആ ഒരു ഇതിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് ഈ സൊസൈറ്റിയിലും അങ്ങനത്തെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ സൊസൈറ്റിയിൽ അങ്ങനെ മാറ്റം നമുക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു സൈഡിൽ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു ഡോക്ടർ, അതായത് MD സർജനായിട്ടുള്ളൊരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതല്ലോ. ആ വാർത്ത കേട്ടപ്പോൾ എന്നെ അതിശയിപ്പിച്ചെന്ന് വെച്ചാൽ ഒരു MD പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ച ഒരു ഫാക്ടർ. പലപ്പോഴും ഈ നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു സ്റ്റേജും വളരെ വ്യത്യാസമായിരിക്കും അല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ ഭയങ്കരമായി ട്രോമറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇല്ലാത്തതൊരു മെൻ്റൽ ഒരു സ്ട്രെങ്ത് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എല്ലാവരും വീക്കാണ്, എല്ലാവർക്കും ആൻസൈറ്റി ഉണ്ട്, എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അധികം യൂസ് ചെയ്ത് കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മുന്നേ ആൾക്കാർ കുറേയും കൂടെ അത് എന്താണെന്നറിയാത്തത് കൊണ്ട് കുറെ ആൾക്കാർ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അവരത് ഡീൽ ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നറിയാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് എനിക്ക് ഈ പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള കാര്യം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, നമ്മളിതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നു, ടെക്നിക്കലി നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. എന്നിട്ടും ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത് എന്നുള്ളത് മേ ബി ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം. ഫാമിലിയിൽ ഈ പറയുന്ന പോലെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള അതിൽ വളരുന്നത് കൊണ്ടായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അല്ല, ഇപ്പോൾ നിഖില പറഞ്ഞല്ലോ ടെക്നിക്കലി വളരെ അഡ്വാൻസ് ആയി എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഒരു കാരണവും കൂടി ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ പണ്ടൊന്നുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കില്ല. പണ്ടത്തെ ആൾക്കാർ കുറച്ചുകൂടെ സോഷ്യലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടെ സോഷ്യൽ സർക്കിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൊബൈലും അങ്ങനെയുള്ള ടെക്നിക്കലി ഒരുപാട് സംഭവങ്ങൾ വന്നപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ പേഴ്സണൽ സ്പേസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കും ഈ നമുക്ക് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഉടനെ ഗൂഗിൾ ചെയ്യുമല്ലോ. നമുക്ക് ചുമ വന്നത് എന്താണ് ചുമ, അല്ലെങ്കിൽ അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ ചുമയുടെ ഒക്കെ നമ്മൾ ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും. ഇത് ചുമക്ക് മറ്റേ ഇത് വരും, എന്നിട്ട് നമുക്ക് ക്യാൻസർ വരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ആ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ വായിക്കുമ്പോൾ ഇതിലേക്ക് കിട്ടുന്ന കാര്യം. അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണ് ഇവർ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇപ്പം ഇപ്പോഴും ഉണ്ടല്ലോ മറ്റേ 10 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഭാഗ്യം വരുന്നവരെ 10 പേർക്ക് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അതും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പം മറ്റേ ബുറാ കേസ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല, ഒരു വീട്ടില് 11 പേര്. അതും ആ വീട്ടിൽ പഠിച്ച ആൾക്കാരാണ്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഇവരെ എല്ലാവരെയും അവർക്കത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതും അവർ വളരുന്ന ഒരു സോഷ്യൽ സർക്കിളിന്റെ വ്യത്യാസവും ഉണ്ടായിരിക്കാം. നമുക്ക് അങ്ങനെ പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് അത് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം മാത്രമല്ല, കാരണം അവരുടെ വീട്ടിൽ നിന്നുണ്ടാവുന്ന ഒരു ഇൻഫ്ലുവൻസും അവരുടെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവും. അപ്പം നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയിട്ട് നമ്മളൊരു ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്ലോസ് ഫാമിലിയുടെ അടുത്തോ പറയുമ്പോൾ, ഇപ്പം എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കും, അപ്പോൾ ഉടനെ ആൾക്കാർ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല. അത് എന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതിനകത്ത് നമ്മളെ ഇത് കുഴപ്പമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല എന്നൊരാൾ പറയുന്നിടത്തു നിന്നാണ് നമുക്ക് നമുക്കൊരു ഇത് വരുന്നത്, നമുക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, നമ്മളുടെ കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് പറ്റിയതല്ല എന്നുള്ളത്. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ആൾക്കാരുടെ കമൻറ്റുകൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എന്തിൻ്റെ ബേസിസിലാണ് ഇവർ ഒരാളെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക, ഒരാൾ പറയുന്ന ഒരു അഭിപ്രായത്തിനെ പറ്റിയിട്ട് ഇവർ കമൻറ്റ് ചെയ്യുക. എന്താണ് ഇവരുടെ അവരെന്താണ് അവരുടെ ലൈഫിൽ അവരെന്ത് ചെയ്യുന്നു, അവരെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇതൊന്നും ഇവർക്ക് മാറ്റർ അല്ല. ഇവരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു കണ്ടന്റിനെ അതാണ് ഇവർ സംസാരിക്കുന്നത്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു ഇതാണ്. അത് നമുക്ക് ഈ പറയുന്ന ടെക്നിക്കലി നമ്മൾ വളരുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇതാണ്. നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എവിടെയൊക്കെയോ നമ്മുടെ ഇൻഫ്ലുവൻസ് ഈ നമ്മളുടെ ചുറ്റിലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളിലാണ്. അത് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാലും ഈ കമന്റ് ഇടുന്നവർ അവരുടേതായ ഒരു ഇന്റർപ്രിട്ടേഷനിലെത്തും, എന്നിട്ടാണ് അവർ കമന്റ് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഭയങ്കര രസമാണ്. അത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പം നമ്മൾ എന്ത് കാര്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനടിയിൽ വന്നിട്ട് ഇവർ ഭയങ്കര നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും അവർ അതങ്ങനെയല്ല ചെയ്തത്, ഇങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു പറയും. അപ്പം ഞാൻ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക്, അപ്പം നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ഇത് കണ്ടിട്ട് ഇത് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് വിടാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ. ഇതിനകത്തൊക്കെ അഭിപ്രായം പറയണമെന്ന് വിചാരിക്കുന്നവർക്കാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കാരണം ഇവർക്ക് ഇതും നല്ലതാണെന്ന് തോന്നും, ഇതും നല്ലതാണെന്ന് തോന്നും, അത് കുഴപ്പമില്ല എന്നാൽ ഇതും കുഴപ്പമില്ല എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാവില്ല. നിങ്ങൾ കാണുന്നതൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഈ പറയുന്ന മീഡിയക്ക് അവർക്ക് അവരുടെ റീച്ച് കൂട്ടാനും അവരുടെ കാര്യങ്ങൾക്കുള്ള കണ്ടന്റാണ്. അതെന്താണ് ഇവർക്ക് മനസ്സിലാവാത്തെന്നുള്ളത് എനിക്ക് എപ്പോഴും മനസ്സിലാവില്ല. അതെ, അത് നമ്മളൊരു നല്ല ഫോട്ടോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇപ്പം ഞാൻ പറയാം, ഒരു പടത്തിന്റെ പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു 5 കമന്റ് 6 കമന്റ് ഒക്കെ വരും. എന്നാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ, ഒരു നായിക നടന്നു പോവാണ്, അപ്പോൾ അവരുടെ പുറകെ കുറേ ക്യാമറ ഇങ്ങനെ പോകും, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് ആൾക്കാർ തോന്നിയതൊക്കെ പറയും. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ മേ ബി രാവിലെ ഒരാളെ സഹായിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പോകുന്നുണ്ടാവും. ഇതൊന്നും ഇവർക്ക് മാറ്റർ അല്ല. ഈ പോകുന്ന ആൾക്കാർ എന്ത് ഡ്രസ്സ് ഇട്ടു എന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെ ഇവരെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇവരുടെ മാറ്റർ. ഇതൊന്നും നമ്മുടെ കുറ്റമല്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ആൾക്കാരല്ല തീരുമാനിക്കണേ, ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് എൻ്റെ ലൈഫിൽ നിങ്ങൾ അഭിപ്രായം പറയണത്? നമ്മൾ ആരും ഇതിൻ്റെ ഒക്കെ അടിയിൽ വന്നിട്ട് ഇപ്പം ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിനോ ഒന്നും ഇതിന് മറുപടി കൊടുക്കാൻ അറിയാത്തതല്ലോ. ഇവർക്ക് ഇവരുടെ പ്രയോറിറ്റി വേറെ ആയതുകൊണ്ടല്ലേ അവരത് ചെയ്യാത്തത്. ഇതിനൊക്കെ മറുപടി കൊടുക്കാന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് പോയിട്ട് ഇതുകൊണ്ടല്ല ഞാൻ ഈ ഡ്രസ്സ് ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് ഇവരോടത് പറയണത്? അവരെന്തിനാണ് അത് അന്വേഷിക്കണേ? നമ്മൾ ആരുടെ ലൈഫിൽ പോയിട്ട് മറ്റേ ഫേസ്ബുക്കൊക്കെ എടുത്ത് അവരുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ നോക്കി നിങ്ങളുടെ ഫാമിലി ഇതാണോ, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന ആൾ ഇന്നടുത്ത് പോകുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ആരോടും അന്വേഷിക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ എന്തിനാണ് അവരുടെ ലൈഫിലും അങ്ങനെ കയറി ഇടപെടുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നിഖില പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ചുറ്റുപാടുകളെ സ്വാധീനിക്കുമെന്ന്. ഇപ്പോൾ പലപ്പോഴും ഈ സിനിമകൾ തന്നെ ഈ സ്ത്രീധനം പശ്ചാത്തലമാക്കിയും അതുപോലെ തന്നെ ഒരു കല്യാണം, കുടുംബം, അത്തരം തീമിനെ ആസ്പദമാക്കി ഞാൻ ചില സിനിമകൾ, ഇപ്പോൾ ജയ് ആണെങ്കിലും ഇപ്പോൾ അലമാരയിൽ തന്നെ അമ്മായിമ്മയ്ക്ക് വള കൊടുക്കുന്ന സീനുണ്ട്, വിളക്ക് കൊടുക്കുന്ന സീനുണ്ട്. ഇപ്പോൾ ജയിൽ തന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പം നമ്മുടെ നാട്ടിലും സ്ത്രീധനം വാങ്ങുന്നവരുണ്ടാവാം, സ്ത്രീധനം ചോദിക്കുന്നവരുണ്ടാവാം. എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? നമ്മൾ മൊത്തത്തിൽ നമ്മൾ പറയാണല്ലോ ഇത് അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. ചിലപ്പോൾ സ്ത്രീധനം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? അപ്പോൾ
നമുക്ക് അറിയില്ല ഇത് ആരാ ഇത് ചെയ്യുന്നത്. ഇത് പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഇത് ഒരു ജില്ലയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ പ്രശ്നമോ ഒന്നുമല്ല. നമ്മളുടെ മനോഭാവമാണ് ഇത് വാങ്ങണോ ഇത് വേണ്ടയോ. ഇൻഡിവിജ്വൽസ് ചേരുന്നതാണല്ലോ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഓരോരുത്തരും അത് സ്വയം തീരുമാനം എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന് ഇപ്പോഴും സമയം വളരെ വൈകിയിട്ടുണ്ട്. അതായത് അത് നമുക്കൊരു സൊസൈറ്റിനെ വിളിച്ച് നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് കൊല്ലം ജില്ലക്കാരെ ആണെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലക്കാരെ മുഴുവൻ വിളിച്ചിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഒരു 50% ആൾക്കാർ ഇതിനോട് യോജിക്കാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ ഒരു 50% മേ ബി ഇതൊക്കെ അല്ലേ സിസ്റ്റം, ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പൊ കണ്ണൂരും അല്ലെങ്കിൽ കോഴിക്കോടും ഒക്കെ അങ്ങനെ ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഇൻഡിവിജ്വലാണ്, അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്താ വേണ്ടത്, നമ്മളുടെ ലൈഫിൽ ആരാണ് ഇടപെടേണ്ടത്, നമ്മളുടെ ലൈഫിൽ എന്ത് ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു സ്ത്രീധനം നമ്മൾ കൊടുക്കണോ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീധനം വാങ്ങി നമ്മൾ കല്യാണം കഴിക്കണോ എന്നൊക്കെ ഓരോ ഇൻഡിവിജ്വലാണ് തീരുമാനിക്കേണ്ടത്. അപ്പം കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കുക. അവരുടെ അച്ഛനും അമ്മയും പോലും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ വേണമെന്ന് തോന്നുമ്പോൾ നിങ്ങളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അതിൽ ഇപ്പം നാളെ ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടാൻ കാണിക്കുന്ന ആവേശമൊന്നും നാളെ അവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരാരും കാണിക്കില്ല. എല്ലാവരും പറയും നിങ്ങളുടെ ഫാമിലി അല്ലേ, നിങ്ങളുടെ ലൈഫ് അല്ലേ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് കണ്ണൂരാണെങ്കിലും കൊള്ളാണെങ്കിലും തിരുവനന്തപുരം ഒക്കെ ഇപ്പോൾ കേരള അല്ല, ഇന്ത്യയിലൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. നമുക്ക് ഒരു പ്രദേശത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് ഓരോ ഇൻഡിവിജ്വലായിട്ട് തീരുമാനിക്കണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്. നിങ്ങളാണ് ഓരോരുത്തർക്കും മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും മാറ്റം വരാം. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സിനിമ എടുത്ത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ ഒന്നുമില്ല. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരത് സിനിമ കണ്ട് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അവരത് മറക്കും. അതിനെ കൊണ്ട് എന്ത് ഇൻഫ്ലുവൻസും നമുക്ക് അപ്പം ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നാളെ എനിക്ക് തോന്നുമായിരിക്കും ഇന്നത് ചെയ്യരുത് എന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വേറൊരു സിനിമ കാണുമ്പം എനിക്ക് ആ സിനിമ ഓക്കെ, ഈ സിനിമയിൽ ഇവർ ചെയ്തത് ഓക്കെ ആണല്ലോ എന്ന് നമുക്ക് ചിലപ്പം തോന്നിയേക്കാം. അപ്പം നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, നമ്മളത് പറയണം എന്നുള്ളതാണ്. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെയാണ്. അല്ല, ഇപ്പോൾ പറഞ്ഞല്ലോ സ്വന്തമായ ഒരു രാഷ്ട്രീയവും സ്വന്തമായ ഒരു നിലപാടും ഉണ്ടായിരിക്കണം. പക്ഷേ ഈ സീരീസിൽ രാഷ്ട്രീയവുമായി ഒരു ബന്ധമില്ലാത്തൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു ഇതിൽ അകപ്പെട്ടു പോകുന്നൊരു കഥാപാത്രമാണ്. അപ്പം നിഖില ഒറിജിനലായിട്ടുള്ളൊരു വ്യക്തി, സ്വന്തമായ രാഷ്ട്രീയമുണ്ട്, സ്വന്തമായ നിലപാടുമുണ്ട്. അപ്പോൾ നിഖില എന്നുള്ളൊരു വ്യക്തിയായിട്ട് യാതൊരു സാമ്യതയില്ലാത്ത, രാഷ്ട്രീയ ബോധമില്ലാത്ത, സ്വന്തമായ നിലപാടില്ലാത്ത ഒരു കഥാപാത്രമായിട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും? നല്ല രസമല്ലേ? രസമുള്ളൊരു പരിപാടിയാണ്. നമുക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പം എനിക്ക് ചിലപ്പോൾ ഞാനിങ്ങനെ ചില ക്യാരക്ടേഴ്സൊക്കെ വരുമ്പം, ചില ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗൊക്കെ വരുമ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ പറയില്ല, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, ഇതിനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ അവരുടെ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് അവരാലോചിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇപ്പം എനിക്ക് ഇതൊരു വലിയ പ്രശ്നമായിരിക്കില്ല, പക്ഷെ വേറൊരു പെൺകുട്ടിക്ക് ചിലപ്പം അതൊരു പ്രശ്നമായിരിക്കും എന്നുള്ളൊരു കാര്യം ഉണ്ടാവില്ലേ. അപ്പം അത് മാളവിക എന്ന് പറയുന്നത് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവരുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. അവർക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ. അവർ അമ്മാവൻ്റെ സംരക്ഷണത്തിൽ വളർന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവർക്ക് അമ്മാവൻ എന്ന് പറയുന്നത് ദൈവത്തിനെ പോലെയാണ്. അമ്മാവൻ പറയണതൊക്കെ കേട്ട് ജീവിക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര വിധേയത്വമുള്ളൊരു ക്യാരക്ടറാണ് അമ്മാവനോട്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ് മാളവിക. അപ്പം അത് വേറൊരു പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ കാണുമ്പം അത് ഓക്കെയാണ്. അത് ചെയ്യാനും ഒരു ഓക്കെ, ഇങ്ങനെയും ആൾക്കാരുണ്ടാവാം എന്ന് ചിന്തിക്കാൻ ഒരു ഇതാണ്. ദീപു ഈ സ്ക്രിപ്റ്റിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സിൽ തന്നെ ഇന്ന ക്യാരക്ടേഴ്സ് ഇന്ന ആളായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിഖില, അതുപോലെ സണ്ണി വെയിൻ, വിജയരാഘവൻ സാറ്, അശോകൻ സാറ്, ഇവരുടെയൊക്കെ ഒരു ഡയലോഗ് ഡെലിവറിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ, ആ ടോണിൽ തന്നെ ആയിരിക്കും എഴുത്തും? അങ്ങനെയാണോ ഒരു എഴുത്തിന്റെ ശൈലി? എഴുതുന്ന സമയത്ത് അങ്ങനെ ഒരു ആൾക്കാരാരാന്നുള്ളത് ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ സ്ക്രീൻ പ്ലേ ഒരു ഡ്രാഫ്റ്റ് ആയ ശേഷമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിന് കാരണം ഒരുപാട് പ്രോസസ് നമുക്ക് അറിയാൻ പറ്റില്ല, ആരാണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴാണ് ആർട്ടിസ്റ്റ് അതിലേക്ക് വരിക. അപ്പോൾ ചിലപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഒരാളെ ഫിക്സ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങും. അതുവരെ അയാൾക്ക് വേറൊരു രൂപമായിരിക്കും എഴുതുന്ന സമയത്ത്. ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു ചിലപ്പോൾ കുറച്ച് സാധനങ്ങളിൽ കുറച്ച് ലേയേഴ്സ് എക്സ്ട്രാ വരാറുണ്ട്.
നമ്മൾ ഈ സിനിമയിൽ ഈ ഒരു ബോക്സ് ഓഫീസ് വിജയം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത്ര ദിവസം സിനിമ ഓടി എന്നുള്ളത്. അതേസമയം ഒരു ഹോട്ട്സ്റ്റാറിൽ ഒരു വെബ് സീരീസ് വരുമ്പോൾ അതിന്റെ ഒരു വിജയം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അവര് വ്യൂസ് എടുത്തിട്ട് കാൽക്കുലേറ്റ് എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന ഓഡിയൻസ് റെസ്പോൺസ് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു തോന്നുന്നു. കാരണം എത്ര പേര് വാച്ച് ചെയ്തു, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വാച്ച് ചെയ്തു, എത്ര ഡൗൺലോഡ്സ് വന്നു, എവിടെ വെച്ച് സ്കിപ്പ് ചെയ്തു, എവിടെ വെച്ച് ഫോർവേഡ് ചെയ്തു എന്നുള്ള ഡാറ്റ ഒക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ കുറച്ചുകൂടെ ഒരു പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും തോന്നുന്നു. ഇപ്പം അഹമ്മദ് ഇപ്പൊ KCF എന്ന് പറഞ്ഞ സീരീസ് ഒക്കെ വരുന്നത് അത് അവർ എത്ര പേര് ഡൗൺലോഡ് ചെയ്തു എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് അവരുടെ വ്യൂവർഷിപ്പ് കൂടി, ഹോട്ട്സ്റ്റാറിന്റെ വ്യൂവർഷിപ്പ് കൂടി, കേരളത്തിൽ സബ്സ്ക്രിപ്ഷൻ കൂടി, അങ്ങനെ കുറെ പരിപാടികൾ വെച്ചിട്ടാണ് അവരത് അതിനൊരു സക്സസ് ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് പോലെ ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ പേരിലൂർ പ്രീമിയർ ലീഗിന്റെ വ്യൂസ് കൂടട്ടെ, ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ കൂടട്ടെ, സീരീസ് ഉണ്ട്. താങ്ക് യു.